ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് +2 കെമിസ്ട്രിയിലെ 4ാമത്തെ യൂണിറ്റായിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഹൈസ്കൂൾ ലെവൽ ക്ലാസ്സുകളിലേക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ കെമിക്കൽ കൈനറ്റിക്സ്? ഈ കെമിക്കൽ കൈനറ്റിക്സിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ രാസഗതികം എന്നാണ്. ഇപ്പൊ എന്താണ് കെമിക്കൽ കൈനറ്റിക്സിന്റെ മലയാളം? രാസഗതികം എന്നാണ്. കേട്ടിട്ടുണ്ടോ? കെമിക്കൽ കൈനറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ രാസഗതികം എന്താണെന്ന് കേട്ടിട്ടുണ്ടാവും. ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് കെമിക്കൽ കൈനറ്റിക്സ്. എന്താണ് ഈ കെമിക്കൽ കൈനറ്റിക്സ്? അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് 3 ടേമുകളെ ഇൻട്രൊഡ്യൂസ് പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയ ടേം തന്നെയാണ്, കേൾക്കുമ്പോൾ മനസ്സിലാകും. റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ്. ഈ റേറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ്. മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ മെക്കാനിസം ഓഫ് റിയാക്ഷൻ. ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പൊ എന്താ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ? കെമിക്കൽ കൈനറ്റിക്സ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with the study of rate of a reaction അല്ലെങ്കിൽ speed of a reaction, factors affecting rate and their mechanism. ഓർത്ത് വെച്ചേക്കുക, എന്താ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ? കെമിക്കൽ കൈനറ്റിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് rate of reaction അല്ലെങ്കിൽ speed of reaction, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ്. ആ റേറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ച്, പിന്നെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ മെക്കാനിസത്തെ കുറിച്ച്. ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എന്താ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. കെമിക്കൽ കൈനറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി which deals with the study of rate of reaction, factors affecting rate and their mechanism. ഓർക്കാൻ പറ്റുമല്ലോ? നമുക്കിനി ഓരോരോ ടേമുകളായി പഠിക്കാം. നമുക്ക് ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന +2 കെമിസ്ട്രിയിലെ ചാപ്റ്ററിൽ പഠിക്കേണ്ടി വരിക, ഒന്ന് റേറ്റിനെ കുറിച്ച് പഠിക്കണം, 2 കുറച്ച് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഒരുപാടുണ്ട്, എല്ലാം പഠിക്കേണ്ട. കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്ത് പോകണം. ഈ 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ട ടേം എന്താണ് റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് എന്താണെന്ന് അറിയാം. നോക്കാം. അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞു കാര്യം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഞാൻ നടത്തുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ കെമിക്കൽ റിയാക്ഷൻ? എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? പറയൂ, എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? റിയാക്ടന്റുകൾ പ്രോഡക്റ്റായി മാറുന്ന പ്രോസസ്സാണ് കെമിക്കൽ റിയാക്ഷൻ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. റിയാക്ടന്റുകൾ എന്തായി മാറണം? പ്രോഡക്റ്റായി മാറുന്ന പ്രോസസ്. അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൂടെ? ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനൊരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു നമ്മുടെ സ്പീഡ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. അതാണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്റെ കയ്യിൽ ഒരു 80 ഗ്രാം റിയാക്ടന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൽ എത്ര ഗ്രാം റിയാക്ടന്റ് ഉണ്ട്? 80 ഗ്രാം. എത്ര പ്രോഡക്റ്റ് ഉണ്ടാവും? ആലോചിച്ച് പറഞ്ഞേ. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ദാറ്റ് മീൻസ് അവിടെ പ്രോഡക്റ്റ് ഇല്ല. ദാറ്റ് മീൻസ് പ്രോഡക്റ്റിന്റെ എമൗണ്ട് എത്രയായിരിക്കും? 0 ഗ്രാം ആയിരിക്കും. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും റിയാക്ടന്റ് അളവ് എന്തായി മാറി? 60 ഗ്രാം. റിയാക്ടന്റ് അളവ് കുറഞ്ഞു, റിയാക്ടന്റ് എന്തായി മാറി? പ്രോഡക്റ്റ് ആയി മാറി.
എത്ര പ്രോഡക്റ്റ് ഉണ്ടായി കാണും? മുൻകാലങ്ങളിൽ പഠിച്ച കാര്യങ്ങളുമായി ചേർത്ത് വെച്ച് വായിക്കണം. എത്ര പ്രോഡക്റ്റ് ഉണ്ടാകും? 20 ഗ്രാം പ്രോഡക്റ്റ് ഉണ്ടാകും. എന്തുകൊണ്ടാണ്? പ്രോഡക്റ്റുകൾ എപ്പോഴും 21 ഗ്രാം ആകുമോ? അല്ലെങ്കിൽ 19 ഗ്രാം ആകുമോ? ഇല്ല. എന്തുകൊണ്ട്? അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇവിടെ എന്താ പറഞ്ഞത്? മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് സപ്പോസ് ഇവിടെ 21 ഗ്രാം പ്രോഡക്റ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാല് 1 ഗ്രാം കൂടുതലായി ഉത്പാദിപ്പിച്ചു എന്നല്ലേ, പ്രൊഡ്യൂസ് ചെയ്തു എന്നല്ലേ. ഇനി അത് 19 ഗ്രാം ആയാൽ 1 ഗ്രാം കുറഞ്ഞു എന്നല്ലേ. അങ്ങനെ കൂടുകയോ കുറയുകയോ ചെയ്യില്ല എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടോട്ടൽ മാസ് എല്ലായ്പ്പോഴും തന്നെ ആയിരിക്കണം, സെയിം ആകണ്ടേ, കോൺസ്റ്റന്റ് ആകണ്ടേ, 80 ഗ്രാം തന്നെ ആകണ്ടേ. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി കുറെ ടൈം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റിയാക്ടിന്റെ അളവ് 40 ഗ്രാം ആയി മാറി. പ്രോഡക്റ്റ് എത്രയായി മാറിയിട്ടുണ്ടാകും? ഒന്ന് പറഞ്ഞേ. ചിന്തിച്ചാൽ കിട്ടും. എത്രയായി മാറിയിട്ടുണ്ടാകും? 40 ഗ്രാം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും. കുറെ ടൈം കൂടെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റിയാക്ടിന്റെ അളവ് 10 ഗ്രാം ആയി മാറി. ബാക്കിയെല്ലാം റിയാക്ട് എന്തായി മാറി? പ്രോഡക്റ്റ് ആയി മാറി. ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് എമൗണ്ട് എത്രയായിരിക്കും? 70 ഗ്രാം. ടോട്ടൽ എന്ത് തന്നെയാണ്? 8 തന്നെയാണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റിയാക്ടന്റിന്റെ അളവ് മാക്സിമം, പ്രോഡക്റ്റിന്റെ അളവ് 0, മിനിമം അല്ല 0 എന്ന് പറയാം. ഇനി റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ റിയാക്ടന്റിന്റെ അളവ് കുറഞ്ഞു വരും. റിയാക്ടന്റിന്റെ അളവ് കുറഞ്ഞു വരികയും പ്രോഡക്റ്റിന്റെ അളവ് കൂടി വരികയും ചെയ്യുമെന്ന് ആദ്യം മനസ്സിലാക്കുക. ആദ്യത്തെ പോയിന്റ് കിട്ടി. സമയം കഴിയുന്തോറും റിയാക്ടന്റിന്റെ അളവ് എന്ത് ചെയ്യും? കുറഞ്ഞു വരികയും പ്രോഡക്റ്റ് അളവ് കൂടി വരികയും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് എത്തും. രണ്ടാമത് അറിയേണ്ട കാര്യം, സപ്പോസ് ഇവിടെ നോക്കൂ, ഇവിടെ എന്ത് മാറ്റം സംഭവിച്ചത്? 80 ഗ്രാമിൽ നിന്നും റിയാക്ടന്റ് എന്തായി മാറി? 60 ഗ്രാം. ദാറ്റ് മീൻസ് 20 ഗ്രാം കുറഞ്ഞു. മൈനസ് ആരെ സൂചിപ്പിക്കും? കുറഞ്ഞു എന്ന് സൂചിപ്പിക്കും. സംശയമുണ്ടോ? അതേസമയം പ്രോഡക്റ്റ് എന്ത് മാറ്റം ഉണ്ടായി? 0 നിന്ന് 20 ആയി മാറി എന്നല്ലേ പറയുന്നത്. ദാറ്റ് മീൻസ് 20 ഗ്രാം കൂടി. കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ നോക്കി ഏത് ചെയ്യുന്നു കണ്ടുപിടിക്കാം. ഇവിടെ 40 ഗ്രാം റിയാക്ടന്റ് ആയിട്ട് എത്രയായി മാറി? 10 ഗ്രാം എന്ന് പറഞ്ഞാൽ 40 10 ആയി മാറി. മീൻസ് 30 ഗ്രാം കുറഞ്ഞു. ഇപ്പുറത്ത് നോക്കി പ്രോഡക്റ്റ് എന്ത് ഉണ്ടായി? 40 70 ഗ്രാം. മീൻസ് അത് 30 ഗ്രാം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റ് കിട്ടിക്കാണും. ഒരു റിയാക്ഷനില് റിയാക്ടന്റിന്റെ ചേഞ്ചും പ്രോഡക്റ്റിന്റെ ചേഞ്ചിന്റെയും ക്വാണ്ടിറ്റി എപ്പോഴും ഈക്വൽ ആയിരിക്കും. റിയാക്ടന്റ് എത്ര കുറയുമോ അത്രയും പ്രോഡക്റ്റ് എന്തെയും കൂടും. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് എമൗണ്ട് ഡിക്രീസ് ചെയ്യും, പ്രോഡക്റ്റ് എമൗണ്ട് എന്തെയും ഇൻക്രീസ് ചെയ്യും. 4 കൂടെ സെയിം ആയിരിക്കും. റിയാക്ടന്റ് എത്ര കുറഞ്ഞോ അത്രയും പ്രോഡക്റ്റ് എന്തെയും ഇൻക്രീസ് ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടന്റ് എമൗണ്ട് എന്തെയും ഡിക്രീസ് ചെയ്യും, പ്രോഡക്റ്റ് എമൗണ്ട് എന്തെയും ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് എത്ര ഇൻക്രീസ് ചെയ്യുമോ അത്രയും റിയാക്ടന്റ് എന്തെയും ഡിക്രീസ് ചെയ്യും. അതായത് പ്രോഡക്റ്റിന്റെ ഇൻക്രീസും റിയാക്ടന്റിന്റെ ഡിക്രീസിന്റെ എമൗണ്ടുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുകൂടെ പുറത്തു വെച്ചിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എവിടേക്ക് വീണ്ടും പോകാം? റേറ്റിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ? റേറ്റിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? റേറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. റേറ്റ് ഈക്വൽ ടു, അവിടെ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. റേറ്റിനെ നമ്മൾ എപ്പോഴും സ്മാൾ ലെറ്റർ R കൊണ്ടേ സൂചിപ്പിക്കാറുള്ളൂ. എങ്ങനെ സൂചിപ്പിക്കാറുള്ളൂ? സ്മാൾ ലെറ്റർ R കൊണ്ട് മാത്രമാണ് നമ്മൾ റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. എന്താണ് റേറ്റ് എന്ന് പറഞ്ഞാൽ? കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് any one of the reactants or products, any one of the reactants or products by time. But the rate equation is rate is equal to change in concentration of any one of the reactants or products by time. ഇവിടെ any one of the reactants or products എന്ന് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പൊ പറഞ്ഞ കാര്യമാണ് റിയാക്ടന്റ് എമൗണ്ട് എത്ര കുറയുമോ അത്രയും പ്രോഡക്റ്റിന്റെ എന്തെയും കൂടും. That means റിയാക്ടന്റിന്റെ ചേഞ്ചും പ്രോഡക്റ്റിന്റെ ചേഞ്ചും മാഗ്നിറ്റ്യൂഡ് വൈസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് എന്ത് പറയുന്നത്? റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ്.
റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് പറയുന്ന കാര്യം മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെ റേറ്റ് കണ്ടുപിടിക്കുക? റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദി റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് ബൈ ടൈം. ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? സപ്പോസ് വിചാരിക്കുക ടൈം 1 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ടൈം എന്താണെന്ന് വിചാരിക്കുക 1 സെക്കൻഡ്. ഈ റിയാക്ഷന്റെ മാറ്റം ഉണ്ടാകും, ഈ ഇക്വേഷന്റെ മാറ്റം ഉണ്ടാകും. Rate is equal to change in concentration of any one of the reactants or products divided by 1. Divided by 1 means വ്യത്യാസം വരുന്ന വാല്യൂ. അപ്പോൾ ഈ ഡെഫിനിഷൻ എങ്ങനെ പറയാം? Rate is the change in concentration of any one of the reactants or products in unit time. In unit time. ഓർത്ത് വെച്ചേക്കുക. റേറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? Rate is the change in concentration of any one of the reactants or products in unit time. Confusion ഉണ്ടോ? ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്. ഹൈപ്പോത്തറ്റിക്കൽ മീൻസ് സാങ്കല്പികമായ റിയാക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. R gives P എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് gives product എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്തു. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. T1 എന്ന് പറയുന്ന ഒരു സമയം എത്തി. ആ സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ R1 ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ എന്തായിരിക്കും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ? P1 എന്തായിരിക്കും? P1. ഇനി കുറെ സമയങ്ങൾ കൂടെ കഴിഞ്ഞു. T2 എന്ന് പറയുന്ന ഒരു സമയം എത്തി. ആ ടൈമില് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? R2. കോൺസെൻട്രേഷൻ ഓഫ് R2 എന്തായിരിക്കും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ? P2. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി എങ്ങനെ റേറ്റ് കണ്ടുപിടിക്കുക? റേറ്റ് കോമ സ്മോൾ ലെറ്റർ r ഈക്വൽ ടു റേറ്റ് എങ്ങനെ കാണുക? ഇക്വേഷൻ നമുക്കറിയാം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദി റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് ബൈ ടൈം. റിയാക്ടൻസ് ഓർ പ്രോഡക്റ്റ് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? റിയാക്ടന്റ് ടൈമിൽ കണ്ടുപിടിക്കാം. അപ്പോൾ എന്തായിട്ട് പറയാം? That is the change in concentration of any one of the reactants by time. ഇവിടെ ഒരു റിയാക്ടന്റ് അല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതിന്റെ ചേഞ്ച് എങ്ങനെ കാണുക? കോൺസെൻട്രേഷൻ ചേഞ്ച് എങ്ങനെ കാണുക? ചേഞ്ച് സാധാരണ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാറുള്ളത്? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ചേഞ്ച് എങ്ങനെ കാണുക? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ഇവിടെ ഫൈനൽ ആരാ? കോൺസെൻട്രേഷൻ ഓഫ് R2. എങ്ങനെ കണ്ടുപിടിക്കാം? concentration of R2 minus concentration of R1 ചേഞ്ച് ആയി ബൈ ടൈം. ടൈം കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എങ്ങനെ എഴുതാം? T2 minus T1 that is equal to എന്താ? R2 minus R1 delta R. R2 minus R1 എന്താണ്? delta concentration of R by എന്താ? T2 minus T1 delta T. ഒരു കാര്യം കൂടെ, ഇവിടുത്തെ സൈൻ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. R2 മൈനസ് R1 ആരാ വലുത്? R1 ആണ് R2 ആണ് വലുത്. നേരത്തെ ആ കാര്യം ഒരു കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിലേക്ക് എത്തിച്ചു. സമയം കഴിയുന്തോറും റിയാക്ടന്റ് അളവ് കുറഞ്ഞു 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 വരും. ദാറ്റ് ഈസ് R1 വളരെ കൂടുതലും കുറേ സമയങ്ങളിൽ R2 എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. ആരാ കൂടുതൽ? R1 കൂടുതൽ. R2 ചെറുത്. ചെറുത് മൈനസ് വലുത്. സൈൻ എന്തായിരിക്കും? നെഗറ്റീവ്. ഈ നെഗറ്റീവ് ആരെ സൂചിപ്പിക്കും? ഡിക്രീസ്. ആരെ സൂചിപ്പിക്കും? ഡിക്രീസ്. അപ്പോൾ റേറ്റ് നമുക്ക് ഇത് വെച്ച് എന്ത് ഡെഫിനിഷൻ പറയാം? റേറ്റ് ഈസ് ദി ഡിക്രീസ്. റിയാക്ടറിന്റെ കേസിലുള്ള ചേഞ്ച് എന്താണ്? ഡിക്രീസ് ആണ്. റേറ്റ് ഈസ് ദി decrease in concentration of any one of the reactants by time അല്ലെങ്കിൽ in unit time. അപ്പോൾ രണ്ടാമത്തെ ഡെഫിനിഷൻ വന്നു. that is the decrease in concentration of that is the decrease in concentration of any one of the reactants in unit time എന്ന് പറയും. അല്ലെങ്കിൽ that is the decrease in concentration of any one of the reactants by time എന്ന് പറയും. കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മളിവിടെ പറഞ്ഞ ഡെഫിനിഷൻ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദി റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് എന്നാണ്. നമ്മൾ റിയാക്ടന്റ് വെച്ച് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ പ്രോഡക്റ്റ് വെച്ച് കണ്ടുപിടിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് വെച്ച് കണ്ടുപിടിച്ചു പറഞ്ഞേ. എങ്ങനെയാ റേറ്റ് കാണുക? റേറ്റ് കോമ
small letter r is equal to change in concentration of products. Product കണ്ടുപിടിക്കാറുള്ളത് change എങ്ങനെ കാണുക? Final minus initial, that is concentration of P2, that is final minus concentration of P1. By time എന്നല്ലേ, specific time ഇല്ല, that is T2 minus T1. Confusion ഉണ്ടോ? That is equal to എന്താ P2 minus P1? പറയൂ, എന്താ P2 minus P1? Delta P, delta concentration of P by എന്താ T2 minus T1? Delta T. ഒരു കാര്യം കൂടെ, എന്തായാലും ഇവിടെ സൈൻ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? ആലോചിച്ച് പറഞ്ഞേ. നേരത്തെ പറഞ്ഞു സമയം കഴിയുന്നതോറും പ്രോഡക്റ്റിന്റെ അളവ് കൂടി 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 വരും. അതായത് P1 നേക്കാൾ കൂടുതലായിരിക്കും P2, that is P2 വലുതും P1 ചെറുതും. വലുതുമായ ചെറുത് സൈൻ എന്തായിരിക്കും? പോസിറ്റീവ്. ഇവിടെ പോസിറ്റീവ് ആര് സൂചിപ്പിക്കും? ഇൻക്രീസ്, that is പ്രോഡക്റ്റിന്റെ കേസിൽ ചേഞ്ച് എന്താണ്? ഇൻക്രീസ്. അപ്പോൾ പ്രോഡക്റ്റ് വെച്ചിട്ട് റേറ്റിന്റെ ഡെഫിനിഷൻ പറയാം. Rate is the increase in concentration of any one of the products by time, അല്ലെങ്കിൽ in unit time എന്ന് പറയാം. നമ്മൾ റേറ്റിന് 3 ഡെഫിനിഷൻസ് പറഞ്ഞു, ഓർത്ത് വെച്ചേക്കുക. ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? Rate is the change in concentration of any one of the reactants or products by time, അല്ലെങ്കിൽ in unit time. കൺഫ്യൂഷൻ ഇല്ലാന്ന് കരുതുന്നു. ഇനി സ്പെസിഫൈ ചെയ്ത് പറയണം, റിയാക്ടന്റെയും പ്രോഡക്റ്റിനെയും എടുത്ത്. റിയാക്ടന്റിന്റെ കേസിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്താണെന്ന്? റിയാക്ടന്റ് കേസിലെ ചേഞ്ച് എന്താണ്? ഡിക്രീസ്. ദാറ്റ് ഈസ് റേറ്റ് ഈസ് ദി ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദി റിയാക്ടന്റ്സ് ബൈ ടൈം, അല്ലെങ്കിൽ ഇൻ യൂണിറ്റ് ടൈം. അപ്പോൾ പ്രോഡക്റ്റ് വെച്ച് എങ്ങനെ പറയാം? പ്രോഡക്റ്റിന്റെ കേസിൽ ചേഞ്ച് എന്താണ്? ഇൻക്രീസ്. അപ്പോൾ എന്താ റേറ്റ് എന്ന് പറഞ്ഞാൽ? റേറ്റ് ഈസ് ദി increase in concentration of any one of the products by time or in unit time. Confusion ഇല്ലാന്ന് വിചാരിക്കുന്നു. ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് അറിയാമെങ്കിൽ ആ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കെമിക്കൽ റിയാക്ഷനെ പ്രധാനമായും 3ആയി തിരിക്കുന്നുണ്ട്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻസിനെ പ്രധാനമായും 3ആയി തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒന്ന് വെരി സ്ലോ റിയാക്ഷൻസ്, വളരെ പതുക്കെ നടക്കുന്ന റിയാക്ഷൻസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. റസ്റ്റിംഗ് ഓഫ് അയണൊക്കെ എക്സാമ്പിൾ, ഇരുമ്പ് തുരുമ്പിക്കുന്നതിന്റെ എക്സാമ്പിൾ ആണ്. റസ്റ്റിംഗ് ഓഫ് അയണൊക്കെ വളരെ സ്ലോലി നടക്കുന്ന റിയാക്ഷൻസ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ് റിയാക്ഷൻ, വളരെ വേഗത്തിൽ നടക്കുന്ന റിയാക്ഷൻ. സോഡിയം വാട്ടർ നമ്മൾ അറിയാം, നിങ്ങൾക്കറിയാം. സോഡിയം എടുത്ത് വാട്ടറിലേക്ക് ഇടുക, വളരെ വേഗം കത്തിക്കുന്ന സാധനമാണ് സോഡിയം. പൊട്ടാസ്യം വാട്ടർ നമ്മുടെ റിയാക്ഷൻ, ഇതൊക്കെ വെരി ഫാസ്റ്റ് റിയാക്ഷൻസ് ആണ്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്ലി സ്പിരിഡ് റിയാക്ഷൻ. മോഡറേറ്റ്ലി സ്പിരിഡ് റിയാക്ഷൻ, അതായത് വളരെ സ്ലോ അല്ല, വളരെ ഫാസ്റ്റും അല്ല. വളരെ സ്ലോ അല്ല, വളരെ ഫാസ്റ്റും അല്ലാത്ത റിയാക്ഷൻ, അതാണ് മോഡറേറ്റ്ലി സ്പിരിഡ് റിയാക്ഷൻ. ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ അത് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കുറച്ചിന്റെ എക്സാമ്പിൾ ജസ്റ്റ് ഓർത്തിരിക്കുക. വലിയ പ്രധാനപ്പെട്ട കാര്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കുക. കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് അറിയാമെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ 3 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്ന് വെരി സ്ലോ റിയാക്ഷൻ, വളരെ സാവധാനം നടക്കുന്ന റിയാക്ഷൻ, റസ്റ്റിംഗ് ഓഫ് അയണൊക്കെ എക്സാമ്പിൾ ആണ്. വെരി ഫാസ്റ്റ് റിയാക്ഷൻ, റിയാക്ഷൻ ഓഫ് പൊട്ടാസ്യം വിത്ത് വാട്ടർ, റിയാക്ഷൻ ഓഫ് സോഡിയം വിത്ത് വാട്ടർ ഒക്കെ എക്സാമ്പിൾ ആണ്. പിന്നെ മോഡറേറ്റ്ലി സ്പിരിഡ് റിയാക്ഷൻ മൂന്നാമത്തെ ടൈപ്പ്, ഇലക്ട്രോപ്ലേറ്റിംഗ് എക്സാമ്പിൾ വരും. വളരെ സ്ലോ അല്ല, വളരെ ഫാസ്റ്റും അല്ലാത്ത റിയാക്ഷൻസ്. സംശയമുണ്ടോ? അടുത്ത നമുക്ക് റേറ്റിനെ കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ സ്പീഡിനെ കുറിച്ച് അറിയാവുന്ന നമ്മൾ അറിയേണ്ട അടുത്തൊരു ടേമാണ് ആവറേജ് റേറ്റ്. എന്താണ് ആവറേജ് റേറ്റ്? അതായത് നമ്മുടെ കണ്ടുപിടിച്ച സാധനം തന്നെയാണ്. അതായത് നമ്മൾ ജസ്റ്റ് നോക്കുക, നമ്മൾ ഈ റിയാക്ഷന്റെ വേഗതയൊക്കെ റേറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വേഗത എന്ന് പറഞ്ഞാൽ T1 എന്ന സമയത്ത് സ്പീഡാണോ റേറ്റ് ആണോ? അല്ല. T2 എന്ന് പറയുന്ന സമയത്ത് വേഗതയാണോ? അല്ല. ആണോ? അല്ല. ഇവിടെ T1 എന്നല്ലേ എഴുതാൻ പാടുള്ളൂ? അല്ല. T1നും T2നും ഇടയിലുള്ള വേഗത, കൃത്യമായ സമയം ഞാൻ പറഞ്ഞില്ല. T1നും T2നും ഇൻ ബിറ്റ്വീൻ T1 ആൻഡ് T2 രണ്ട് സമയങ്ങൾക്കിടയിലെ വേഗതയാണ് പറയുന്നത്. ഇങ്ങനെ രണ്ട് സമയങ്ങൾക്കിടയിലെ വേഗത പറഞ്ഞാൽ ആ സ്പീഡിന്, ആ റേറ്റിനെ പറഞ്ഞ പേരാണ് ആവറേജ് റേറ്റ്. പറയും
Average rate of a reaction at a time interval or time period. അതായത് ഒരു ടൈം ഇന്റർവെല്ലിലെ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിലെ that means T1 നും T2 നും ഇടയിലെ വേഗതയാണ് പറഞ്ഞാൽ അതിനെ പറഞ്ഞ പേരാണ് സാധനം ആവറേജ് റേറ്റ്. എന്ന് പറയും ആവറേജ് റേറ്റ് സൂചിപ്പിക്കുന്നത് ആവറേജ് ഈക്വൽ ടു എങ്ങനെ പറയാം മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഒരു പർട്ടിക്കുലർ ടൈം ഇവിടെ ഇല്ല, കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതുന്നു. അല്ലെ എങ്ങനെ എഴുതാം ആർ ആവറേജ് ഈസ് ഈക്വൽ ടു ആർ ആവറേജ് ഈസ് ഈക്വൽ ടു പ്ലസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇവിടെ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടോ? T1 നും T2 നും ഇടയിലുള്ള വേഗതയല്ലേ പറഞ്ഞത്. ഇതിന് പറഞ്ഞ പേരാണ് ആവറേജ് റേറ്റ്. റിയാക്ടന്റ് ടൈമിൽ പറഞ്ഞു, ഇതാരുടെ ടൈമിൽ പറഞ്ഞു, പ്രോഡക്റ്റ് ടൈമിൽ പറഞ്ഞു. കൺഫ്യൂഷൻ ഇല്ലാതെ വിചാരിക്കുന്നു. അപ്പോൾ എന്താ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് എ ടൈം ഇന്റർവൽ ഓർ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് എ ടൈം പീരീഡ് ദാറ്റ് ഈസ് T1 and T2. T1 നും T2 നും ഇടയിലെ വേഗത എങ്കിൽ ആ വേഗതയ്ക്ക് ആ സ്പീഡിന് ആ റേറ്റിന് പറഞ്ഞ പേരാണ് ആവറേജ് റേറ്റ്. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുക. പോയിന്റ് പിടികിട്ടേ. അടുത്ത് നോക്കേണ്ട ഒരു ടേം ആവറേജ് റേറ്റ് പോലെ തന്നെ നമുക്ക് നോക്കുന്ന ഒരു ടേം ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. എന്താ സാധനം? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ആ ടേമിൽ തന്നെ കാര്യമാണ്. നിങ്ങൾക്കൊരു ആ വാക്ക് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് സംഭവം എന്താണെന്ന് ഐഡിയ വന്നിട്ടുണ്ടാകും. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് വളരെ സിമ്പിൾ ആയി പറഞ്ഞാൽ റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, ഒരു പ്രത്യേക സമയത്തിലെ വേഗത പറഞ്ഞാൽ, സ്പീഡ് പറഞ്ഞാൽ, റേറ്റ് പറഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. റേറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. നമ്മൾ ആവറേജ് റേറ്റ് എപ്പോഴാണ്? T1 നും T2 നും ഇടയിലാണ്. കൃത്യമായ സമയത്തില്ല, രണ്ട് സമയങ്ങൾക്കിടയിലെ വേഗതയാണ് പറഞ്ഞത്. പക്ഷേ T1 എന്ന് പറയുന്ന ആ സമയത്തിലെ വേഗത പറഞ്ഞാൽ അതിന് പറഞ്ഞ പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അല്ലെങ്കിൽ T2 എന്ന് പറയുന്ന ആ സമയത്തെ വേഗത പറഞ്ഞാൽ അതിന് പറഞ്ഞ പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. ആവറേജ് റേറ്റിനകത്തേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതിയാകും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. നോക്കിയിരിക്കുക. ആർ instantaneous equal to limit delta t tends to 0. അതിന്റെ മീനിങ് അത് മാത്സ് പഠിക്കുന്നത് നിങ്ങളുടെ പങ്കായിട്ട് അറിയാൻ പറ്റും. ഡെൽറ്റ ടി ടെൻസ് ടു 0. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഡെൽറ്റ ടി എങ്ങനെ കാണുക? T2 - T1. എപ്പോഴാ 0 ആവുക? T2 ന്റെയും T1 ന്റെയും വാല്യൂ സെയിം ആവും. ദാറ്റ് ഈസ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ആവറേജ് റേറ്റിനകത്തേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് അപ്ലൈ നോക്കാം. That is instantaneous rate is equal to limit delta t tends to 0. ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താ? റിയാക്ടൻസിൽ എങ്ങനെ പറയാം? മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാനായിട്ടും ഈ വലിയ ചേഞ്ച് വളരെ ചെറിയൊരു ചേഞ്ച് ആയി മാറും. മൈനസ് ഡി ആർ ബൈ ഡി ടി. നിങ്ങൾക്ക് ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് അറിയാം. ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ബൈ ഡി ടി എന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഇക്വേഷനെ നമ്മൾ വേറൊരു പേരും പറയാറുണ്ട്, ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഇത് പറയാറുണ്ട്, ഒരു ടേം ഓർത്ത് വെച്ചേക്കുക, ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ. ഇത് പറയാറുണ്ട് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്നും പറയാറുണ്ട്. ഇത് നമ്മൾ റിയാക്ടറിനെ ബേസ് ചെയ്ത് പറഞ്ഞതാ. ഇതുപോലെ പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് പറഞ്ഞൂടെ? പറയാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈക്വൽ ടു എന്താ പറഞ്ഞത്? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. നമുക്ക് ഇത് ആദ്യം ഉണ്ട്, മനസ്സിലായില്ലേ? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. പ്രോഡക്റ്റിനെ വെച്ച് എങ്ങനെ പറയാം? പ്രോഡക്റ്റിന്റെ ആവറേജ് കണ്ടുപിടിക്കുക പ്രോഡക്റ്റ് വെച്ചിട്ട്, പ്ലസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ബൈ ഡെൽറ്റ ടി. എങ്ങനെ കണ്ടുപിടിക്കുക? ലിമിറ്റ് അപ്ലൈ ചെയ്ത് പറഞ്ഞേ.
വലിയ ചേഞ്ച് ഒരു കുഞ്ഞു ചേഞ്ച് ആയിട്ട് മാറും. ദാറ്റ് ഈസ് പ്ലസ് dp by dt. കൺഫ്യൂഷൻ ഉണ്ടോ? ഇതിനെ നമ്മൾ എന്ത് പേര് പറയാറുണ്ട്? ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ്. ഇത് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ്. ഓർത്ത് വയ്ക്കുന്ന ഒരു കുഞ്ഞു ടേമാണ്. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം R is equal to in terms of reactant ആണെങ്കിൽ minus dR by dt എന്നും in terms of product ആണെങ്കിൽ plus dP by dt എന്നും പറയാൻ കഴിയണം. അപ്പോൾ എന്താ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ? വ്യക്തമായി കാര്യം മനസ്സിലാക്കുക. റേറ്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, ഒരു പ്രത്യേക സമയത്തിലെ വേഗത പറഞ്ഞാൽ ആ വേഗതയ്ക്ക്, ആ സ്പീഡിന്, ആ റേറ്റിന് പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് റേറ്റിനകത്തേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ്സ് ടു 0. അപ്പോൾ എങ്ങനെ കിട്ടും? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് ആണെങ്കിൽ മൈനസ് dR by dt എന്നും in terms of product ആണെങ്കിൽ plus dP by dt എന്നും കിട്ടും. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഈ രണ്ട് ഇക്വേഷൻ എന്ത് പേരും കൂടെ പറയാറുണ്ട് നോക്കണം. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയാറുണ്ട്. ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് കൂടെ പറയാറുണ്ട് നോക്കണം. in terms of reactant, ഇത് in terms of product. കൺഫ്യൂഷൻ ഇല്ല. അടുത്ത നമ്മൾ നോക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അത് നമ്മൾ ഒരു ഗ്രാഫിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാം, നിങ്ങൾ നോക്കുക. അതായത് റിയാക്ടന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ മാത്രം ഡിപെൻഡ് ചെയ്തുകൊണ്ട് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആദ്യം കണ്ടുപിടിക്കാൻ പോകും. ദെൻ പ്രോഡക്റ്റ് ബേസ് ചെയ്ത് ആദ്യം ചെയ്യാൻ പോകുന്ന റിയാക്ടന്റ് ആണ്. ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. നോക്കിയിരിക്കുക. എക്സ് ആക്സിസില് ടൈം, y ആക്സിസില് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ആരെ ബേസിലാണ് കണ്ടുപിടിക്കുന്നത് പറയുന്നത്? റിയാക്ടൻസിനെ ബേസ് ചെയ്തല്ലേ. നമുക്കറിയാം സമയം കഴിയുന്തോറും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? പറയൂ. സമയം കഴിയുന്തോറും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും. That is, starting the reactant concentration maximum ആയിരിക്കും. സമയം കഴിയുന്തോറും reactant concentration decrease വരും. ഇങ്ങനെയല്ലേ ഗ്രാഫ്? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ റിയാക്ടന്റ് മാക്സിമം ആയിരിക്കും. സമയം കഴിയുന്തോറും റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഡിക്രീസ് വരും. ഇങ്ങനെയല്ലേ ഗ്രാഫ്? ഇനി നോക്കുക. ഇത് ടൈം 0 ആണ്. റിയാക്ടന്റ് സ്റ്റാർട്ട് ചെയ്തു. T1 എന്ന് പറയുന്ന ഒരു സമയം എത്തി. അപ്പോൾ എന്തായിരിക്കും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ച് നോക്കാം. ഗ്രാഫിന് മുകളിലേക്ക് വരയ്ക്കുക. ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഞാൻ ഇതിനെ R1 എടുക്കുന്നു. R1 കോൺസെൻട്രേഷൻ ഓഫ് R1 എടുക്കുന്നു. ഞാൻ ഇതിനെ കോൺസെൻട്രേഷൻ ഓഫ് R1 എടുക്കുക. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറേ സമയം കഴിഞ്ഞ് T2 എന്ന സമയത്തിലേക്ക് എത്തി. അപ്പോൾ എന്തായിരിക്കും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ നോക്കുക. ഇതായിരിക്കും കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഞാൻ അതിനെ R2 എന്ന് എടുക്കുന്നു. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം ആവറേജ് റേറ്റ് എങ്ങനെ കാണുക? R2 മൈനസ് R1 ബൈ T2 മൈനസ് T1. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇതല്ലേ T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി. ഇതല്ലേ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ? കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്താ R2 മൈനസ് R1? ഇത്രയുമാണെന്നോ സാധനം R2, ഇത്രയുമാണെന്നോ സാധനം R2, ഇത്രയുമാണെന്നോ സാധനം R2, ഇതുവരെയാണെന്നോ സാധനം R2, ഇതുവരെയാണെന്നോ സാധനം R1. അപ്പൊ എങ്ങനെ R2 മൈനസ് R1 കാണുക? ഇതല്ലേ R2 മൈനസ് R1? R2 മൈനസ് R1 ഇതല്ലേ? കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇതെന്താണ് സാധനം? T2 മൈനസ് T1 ഡെൽറ്റ ടി. ഇത് R1, ഇത് R2. അപ്പോൾ R1 മൈനസ് R2 എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ദാറ്റ് ഈസ് ഡെൽറ്റ R. ഇതെന്താ സാധനം? ഡെൽറ്റ ടി. ഡെൽറ്റ R ബൈ ഡെൽറ്റ ടി അല്ലേ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഇവിടുന്ന് ആവറേജ് റേറ്റ് കിട്ടും. ദാറ്റ് ഈസ് ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ R ബൈ
ഡെൽറ്റ ടി. കൺഫ്യൂഷൻ ഞാൻ വിചാരിക്കുന്നു സൈൻ നെഗറ്റീവ് ആയിരിക്കും, കാരണം നമുക്കറിയാം ഡിക്രീസ് ആണ്. ഇനി ഇതേ റിയാക്ഷന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സപ്പോസ് ഞാൻ ടി എന്നൊരു സമയം കൺസിഡർ ചെയ്യുക. ഇതാണ് ടി എന്നൊരു ടൈം, വെറുതെ എടുക്കുക ടി എന്നൊരു ടൈം. ആ സമയത്തെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ജസ്റ്റ് മനസ്സിലാക്കുക, ഈ ടൈമില് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഉണ്ടാവുമല്ലോ, അതിനെ വെച്ചുകൊണ്ട് അവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുക. മറന്നു പോകരുത്, എന്ത് വരയ്ക്കുക? ടാൻജന്റ്. എന്ത് വരയ്ക്കണം? ടാൻജന്റ്. എന്നിട്ട് ആ ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ത് കൗണ്ട് ചെയ്യണം? സ്ലോപ്പ്. സ്ലോപ്പ് എന്തൊക്കെ നമുക്കറിയാം, എന്താ സാധനം? dy by dx. ടാൻജന്റിന്റെ സ്ലോപ്പ് നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. dy by dx. dy by dx. That is സാധനം എന്താണ്? dr. ഈ ചേഞ്ച് എന്താണ് സാധനം? dr. ഇതെന്താ സാധനം? dt. കൺഫ്യൂഷൻ ഉണ്ടോ? That is instantaneous rate is equal to dr by dt equal to slope. എന്താ സാധനം? സ്ലോപ്പ്. ഇവിടെ ചേഞ്ച് എന്താണ്? നെഗറ്റീവ് ആണ്, ഡിക്രീസ് ആണ്, അതുകൊണ്ട് തന്നെ മൈനസ് സ്ലോപ്പ്. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് മനസ്സിലാക്കുക, റിയാക്ടന്റ് ടൈം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. നമുക്കറിയാം സമയം കഴിയുമ്പോൾ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ചെയ്യും, ഡിക്രീസ് ചെയ്യും. രണ്ട് സമയങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തു. ആ സമയത്ത് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ എടുത്തു, ആവറേജ് റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, മൈനസ് dr/dt എന്ന് കിട്ടി. കൺഫ്യൂഷൻ ഇല്ല. ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ടൈമാണോ ആ ടൈമിൽ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ എടുക്കുക. ആ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ടാൻജന്റ് വരയ്ക്കുക. ടാൻജന്റ് വരയ്ക്കാൻ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ടാൻജന്റ് സ്ലോപ്പ് എടുക്കുക. എന്തെടുക്കുക? സ്ലോപ്പ് നമുക്കറിയാം dy by dx. ഇവിടെ dy എന്നുള്ള സാധനം dr ആണ്, dr ചെയ്തല്ലേ. dx എന്ന സാധനം dt ആണ്. that is സ്ലോപ്പ് കിട്ടി. ഇവിടെ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ അല്ലേ, അത് ഡിക്രീസ് ആണ്, that means മൈനസ് ആണ്. സംശയമുണ്ടോ? that is മൈനസ് സ്ലോപ്പ്. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി പ്രോഡക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇതുപോലെ നമുക്ക് ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. സമയം കൂടുന്തോറും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് 0 ആവുമ്പോൾ പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി 0 ആയിരിക്കും. സമയം കൂടുന്തോറും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ ചെയ്തതുപോലെ t1 എന്ന് പറയുന്ന ഒരു സമയം കൺസിഡർ ചെയ്തു. ആ സമയത്ത് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൗണ്ട് ചെയ്യുന്നു. ഞാൻ എന്ത് കൊടുക്കുന്നു? p1. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി കുറെ സമയം കഴിഞ്ഞ് t2 എന്നൊരു സമയം കൺസിഡർ ചെയ്തു. ആ സമയത്ത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൗണ്ട് ചെയ്യുക. ആ കോൺസെൻട്രേഷൻ എന്ത് കൊടുക്കുന്നു? p2 എന്ന് കൊടുക്കുന്നു വിചാരിക്കുക. കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ ഈ സമയമാണ് t2 മൈനസ് t1. കൺഫ്യൂഷൻ ഉണ്ടോ? നമുക്ക് ഇതിന് എന്ത് കൊടുക്കാം? ഡെൽറ്റ ടി. ഇനി എന്താണ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്? p2 മൈനസ് p1. ദാറ്റ് മീൻസ് ഇതല്ലേ, എന്താ സമയം? ഡെൽറ്റ പി അല്ലേ? that is delta p by delta t അല്ലേ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രേഷൻ ഓഫ് ഡെൽറ്റ p by delta t. ഇവിടെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ്, കാരണം ഇവിടെ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ആണ്. മനസ്സിലായി? ഡെൽറ്റ p by delta t. ഗ്രാഫ് എന്താണ്? ഡിവൈഡഡ് ബൈ ഇത്. കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും? നേരത്തെ ചെയ്ത അതേ കാര്യമാണ്. ഞാൻ t എന്ന് പറയുന്ന സമയം കൺസിഡർ ചെയ്തു. ആ സമയത്ത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ആ സമയത്തെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു ടാൻജന്റ് വരച്ചു. ടാൻജന്റ്. ആ ടാൻജന്റ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കാണാൻ നമുക്കറിയാം dy by dx. ഇവിടെ എന്താ dy എന്ന് പറഞ്ഞാൽ dp, എന്താ dx എന്ന് പറഞ്ഞാൽ dt. dy by dx, that is instantaneous rate is equal to dp by
dt ആണ്. ഇവിടെ പ്ലസ് ആയിരിക്കും സൈൻ കാരണം ഇൻക്രീസ് ആണ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അതിൽ നമ്മൾ സാധനം സ്ലോപ്പ് അല്ലേ. കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടൈമും കോൺസെൻട്രേഷൻ അഗെയിൻസ്റ്റ് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് ഏത് ടൈമിലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ടൈമിലെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ടാൻജന്റ് വരയ്ക്കുക, ആ ടാൻജന്റിന്റെ സ്ലോപ്പ് എടുക്കുക. അതായിരിക്കും ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. വളരെ സിമ്പിൾ ആയി മനസ്സിലാക്കുക. പിന്നെ കാര്യം മനസ്സിലാക്കുക, റിയാക്ടർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ റിയാക്ടറിനെ ബേസ് ആണ് ഗ്രാഫ് വരയ്ക്കുന്നുവെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ്, കാരണം ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. പ്രോഡക്റ്റിനെ ബേസ് ചെയ്താണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് സ്ലോപ്പ്. കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കട്ടെ. അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നു. A moles of A react with B moles of B to give Z moles of C and D moles of D. A moles of A react with B moles of B to give C moles of C and D moles of D. നമുക്ക് എന്താ റേറ്റ് പറഞ്ഞാൽ change in concentration of any one of the reactants or products. ഇവിടെ രണ്ട് റിയാക്ടന്റ് ഇല്ലേ, അതുപോലെ രണ്ട് പ്രോഡക്റ്റും ഇല്ലേ, ഏതെങ്കിലും ഒരു റിയാക്ടന്റിന്റെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് റേറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളൊരു റിയാക്ടന്റ് ഏതെങ്കിലും ഒരു റിയാക്ടന്റ് കൺസിഡർ ചെയ്താൽ പോരെ. എയും ബിയും കൊണ്ട് ഞാൻ എ കൺസിഡർ ചെയ്യുന്നു. അവിടെ ചെയ്യുന്ന റിയാക്ടന്റ് ചെയ്യുന്ന എന്താ, ഡിക്രീസ്. ഡിക്രീസ് എങ്ങനെ സൂചിപ്പിക്കും, മൈനസ്. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് A by time ഇല്ല, ഡെൽറ്റ ടി. ഇത് കോഎഫിഷ്യന്റ് ഇല്ലേ, ഇൻടു 1 by A. ആ കോഎഫിഷ്യന്റ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഈ കിട്ടിയ സാധനം ആവറേജ് റേറ്റ് ആണോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണോ? ആവറേജ് റേറ്റ്. നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? എനി വൺ ഓഫ് ദി റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് എന്നാ പറയുന്നത്. ഞാൻ ഒരു റിയാക്ടന്റ് കണ്ടുപിടിച്ചു, വേറൊരാൾ ചെയ്യുന്ന മറ്റൊരു രീതിയിലായിരിക്കും. മറ്റൊരു റിയാക്ടന്റ് കൂടെ ഇല്ലേ, ബി ഇല്ലേ, ബി വെച്ച് കണ്ടുപിടിക്കാം. റിയാക്ടന്റ് ആയതുകൊണ്ട് ചേഞ്ച് എന്തായിരിക്കും, ഡിക്രീസ്. ദാറ്റ് ഈസ് മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ഡെൽറ്റ ടി ഇൻടു കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക 1 by b. കൺഫ്യൂഷൻ ഉള്ളത് വിചാരിക്കുന്നു. ഇങ്ങനെ ചെയ്താലും വാല്യൂ കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആൾക്കാർ ചെയ്താലും കിട്ടുന്ന വാല്യൂ സെയിം അല്ലേ? ദാറ്റ് ഈസ് അത് രണ്ടുപേരും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി ഇങ്ങനെ തന്നെ വേണം നിർബന്ധമുണ്ടോ? പ്രോഡക്റ്റ് ചെയ്തൂടെ? എങ്ങനെ ചെയ്യാം? വേറൊരാൾ ചെയ്യുന്ന പ്രോഡക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും. എങ്ങനെയാ പറഞ്ഞത്, റേറ്റ് ഈസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദി റിയാക്ടന്റ്സ് ഓർ പ്രോഡക്ട്സ് എന്നാ പറഞ്ഞത്. പ്രോഡക്റ്റ് രണ്ടുപേരില്ലേ, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്താൽ പോലെ ഞാൻ സി ഡിപെൻഡ് കണ്ടുപിടിക്കാം. പ്രോഡക്റ്റ് ആവുന്ന ചേഞ്ച് എന്താണ്, ഇൻക്രീസ്. ദാറ്റ് ഈസ് പ്ലസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് Z by time ഡെൽറ്റ ടി. ടൈം ഇല്ലാത്ത ഡെൽറ്റ ടി കൊടുക്കാം. കോഎഫിഷ്യന്റ് ഡിവൈഡ് ചെയ്യുക ഇൻടു 1 by C. ഇതും കറക്റ്റ് ആണ് എങ്കിൽ ഇവയുടെ വാല്യൂ എന്തായിരിക്കണം, ഈക്വൽ ആവില്ല. ഇനി അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇനിയും ഇല്ല ഒരു പ്രോഡക്റ്റ് ഡി. ഡി വെച്ച് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ എഴുതാം, പ്ലസ് ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡി ബൈ ഡെൽറ്റ ടി ഇൻടു 1 by d. ഇതും ശരിയാണെങ്കിൽ അതിന്റെ വാല്യൂ ഈക്വൽ ആവട്ടെ. ഇതാണ് സാധനം ആവറേജ് റേറ്റിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതുപോലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ചേഞ്ച് അറിയാം. ആവറേജ് റേറ്റ് ഡെൽറ്റ ആണെങ്കിൽ ഇൻസ്റ്റൻസ് എന്തായിരിക്കും, സ്മോൾ ചേഞ്ച് ബി. എങ്ങനെ എഴുതാം? ഇതേ കാര്യം അറിയാമെങ്കിൽ എഴുതാൻ വളരെ എളുപ്പമാണ്. എങ്ങനെ എഴുതാം? ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റിയാക്ടന്റ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എങ്ങനെ എഴുതാൻ ഡിപെൻഡ് ചെയ്ത് പറഞ്ഞേ, മൈനസ് ടി കോൺസെൻട്രേഷൻ ഓഫ് എ by dt into 1 by a. എഴുതി കൂടെ, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതി കൂടെ. that is equal to minus d concentration of B by dt into 1 by d. അങ്ങനെ തന്നെ വേണം നിർബന്ധമുണ്ടോ? any one of the reaction or product എന്നാ പറഞ്ഞത്. plus d concentration of C by
delta t dt into 1 by c equal to plus d concentration of t by dt into 1 by t. Confusion ഉണ്ടാവുന്നില്ല. ഇതുപോലെ ഏതൊരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ കഴിയണം? ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും നമുക്ക് എഴുതാനായിട്ട് കഴിയും. കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത നോക്കേണ്ട ഒരു കാര്യം യൂണിറ്റ് ഓഫ് റേറ്റ്. വളരെ പ്രധാനപ്പെട്ടതാണ്. റേറ്റിന്റെ യൂണിറ്റ് എന്താണ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. റേറ്റ് കൊണ്ട് ഇക്വേഷൻ എന്താ? റേറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദി റിയാക്ടൻസ് ഓർ പ്രോഡക്ട്സ് ബൈ ടൈം. അപ്പോൾ മുകളിലത്തെ ക്വാണ്ടിറ്റി എന്താ? കോൺസെൻട്രേഷൻ by time. Confusion ഇല്ലാതെ എഴുതുന്നു. That is equal to change in concentration of reactant or product by time. എന്താ കോൺസെൻട്രേഷൻ യൂണിറ്റ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ എങ്ങനെ കാണുക പറഞ്ഞു? കോൺസെൻട്രേഷൻ is equal to number of moles by volume. Number of moles യൂണിറ്റ് എന്താ? മോൾ. വോളിയം യൂണിറ്റ് എന്താ? അറിയാം, പറയൂ. ലിറ്റർ. അപ്പോൾ കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്താ? മോൾ പെർ ലിറ്റർ. അപ്പോൾ കോൺസെൻട്രേഷൻ യൂണിറ്റ് നമുക്ക് കിട്ടി മോൾ പെർ ലിറ്റർ. അറിയുക കോൺസെൻട്രേഷൻ എങ്ങനെ കാണുക? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം NB പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് യൂണിറ്റ് എന്താ? മോൾ. വോളിയം യൂണിറ്റ് എന്താ? ലിറ്റർ. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്താ? മോൾ പെർ ലിറ്റർ. അപ്പോൾ എങ്ങനെ എഴുതാം? മോൾ പെർ ലിറ്റർ ആണ് കോൺസെൻട്രേഷൻ യൂണിറ്റ്. ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. അതുകൊണ്ട് തന്നെ റേറ്റ് യൂണിറ്റ് എന്തായിരിക്കും? മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. മറന്നു പോകരുത്. റേറ്റിന്റെ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. ഒരിക്കലും മറക്കരുത്. റേറ്റിന്റെ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ റൈസ് ടു -1 സെക്കൻഡ് റൈസ് ടു -1. അപ്പോൾ നമ്മൾ ഇന്ന് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന യൂണിറ്റിന്റെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യം എന്താണ് കെമിക്കൽ കൈനറ്റിക്സ്, ഓർമ്മയുണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്താണ് റേറ്റ്. റേറ്റിന് 3 ഡെഫിനിഷൻ പറഞ്ഞില്ലായിരുന്നോ? ഏതൊക്കെ? കോമൺ ആൻഡ് ഡെഫിനിഷൻ, റിയാക്ടന്റ് കേസിലെ ഡെഫിനിഷൻ, പ്രോഡക്റ്റ് കേസിലെ ഡെഫിനിഷൻ. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ പറഞ്ഞത് എന്താണ് ആവറേജ് റേറ്റ്, എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മൾ പറഞ്ഞത് ഈ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും. ഒരു ഗ്രാഫിന്റെ സഹായത്തോടെ മെഷർ ചെയ്തു ജസ്റ്റ് ഒന്ന് നോക്കാം. ദെൻ പറഞ്ഞ കാര്യം ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ കാര്യം യൂണിറ്റ് ഓഫ് റേറ്റ്. ഇതിന്റെ ബാക്കി വരുന്ന ടോപ്പിക്കുകൾ വരും ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യും.